ഹലോ ഫ്രണ്ട്സ്, നൗഫലാണ്. കൊല്ലം മല്ലുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പോളണ്ടിനെ പറ്റിയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് അറിയിക്കാനുള്ളൊരു വീഡിയോ ആണിത്. ഇതാണ് നമ്മുടെ പോളണ്ടിലെ അക്കോമഡേഷൻ്റെ ബാക്കാണ്. ഇങ്ങനെ ഫ്ലാറ്റ് പോലെ നിരന്ന് കിടക്കുകയാണ്. നല്ല സെറ്റപ്പ് കിട്ടില്ല അക്കോമഡേഷനാണ്. നമ്മുടെ ജോലി സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 600 മീറ്റർ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഈ അക്കോമഡേഷനിലേക്ക്. ആദ്യം വന്നപ്പോഴൊക്കെ ബസ്സിൽ പോകേണ്ട ദൂരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരാഴ്ച ആയതേ ഉള്ളൂ പുതിയ അക്കോമഡേഷനിലോട്ട് മാറിയിട്ട്. ഇപ്പോൾ എന്തായാലും രാവിലെ എണീറ്റ് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അതുമാത്രമല്ല, ഇപ്പം നൈറ്റ് ഷിഫ്റ്റ് മാറിയിട്ട് ഇപ്പോൾ ഡേ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇന്ന് വീഡിയോ വരാനുള്ള മെയിൻ കാരണം പോളണ്ടിലെ വെയർ ഹൗസ് ജോബുകളെ പറ്റിയുള്ള ഒരു അപ്ഡേഷൻ തരാനാണ്. അപ്ഡേഷനല്ല, എന്താണ് പോളണ്ടിലെ വെയർ ഹൗസ് ജോബ്, എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്, എന്തൊക്കെ ജോലികളാണ് ഒരു വെയർ ഹൗസിൽ എന്തൊക്കെ ജോലികളുണ്ട്, ഇത്ര ശമ്പളം കിട്ടുന്നുണ്ട് ഏകദേശം, അതൊക്കെ അറിയിക്കാനുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ ഇപ്പം ജോലി ചെയ്യുന്ന വെയർ ഹൗസ് ഇപ്പം ഒരു 2-3 മാസമായി കാണത്തേ ഉള്ളൂ. ഞാൻ പോളണ്ടിൽ വെയർ ഹൗസ് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ആ ഒരു 3 മാസത്തെ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും അറിയിക്കാൻ വേണ്ടിയുള്ള എക്സ്പീരിയൻസും. ഇപ്പം നാട്ടിൽ നിന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്, ആളെ എങ്ങനെ ഇവിടെ ജോലി വല്ലതും കിട്ടുമോ, സെറ്റാവുമോ, വന്നാൽ എന്തെങ്കിലും നടക്കുമോ, അങ്ങനെയൊക്കെ. എല്ലാവർക്കും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വെയർ ഹൗസ് ജോബ്. മിക്കവാറും പെട്ടെന്ന് കിട്ടുന്നതുമായ ഓപ്പർച്യൂണിറ്റിയാണ് വെയർ ഹൗസ്. അപ്പം ഞാൻ നിൽക്കുന്നത് വെയർ ഹൗസിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുമാത്രമല്ല, അവർ ആഴ്ചയിൽ ഇൻ്റർവ്യൂ നടത്തി ആൾക്കാരെ കയറ്റുന്നുണ്ട്. പുതിയൊരു സെക്ഷൻ തന്നെ തുടങ്ങിയിട്ടുണ്ട് അവർ, C സെക്ഷൻ. അതിലേക്കും ഇൻ്റർവ്യൂ ചെയ്ത് ആൾക്കാരെ കയറ്റുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ കൂടുതലും ഉക്രൈൻസാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം മലയാളികൾ കൂടി വരുന്നുണ്ട്, മലയാളികൾ ഇപ്പോൾ കൂടുതലുണ്ട്. അപ്പം എന്താണ് വെയർ ഹൗസ് ജോബ്, അല്ലെങ്കിൽ വെയർ ഹൗസിൽ എന്തൊക്കെ ജോലികളാണ് ഉള്ളത്? അപ്പം നമ്മുടെ ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ ഇല്ലേ, അതുപോലുള്ളൊരു വെയർ ഹൗസാണ്. അവിടെ എന്തൊക്കെയാണ് ജോലി ഉള്ളതെന്ന് ഞാൻ പറയാം. ഇവിടെ ഇപ്പം നമുക്ക് ലോഡിംഗ് ഉണ്ട്, പിന്നെ സ്പൈഡേഴ്സ് ഉണ്ട്, റിസീവ് ഉണ്ട്, പുട്ടവേ ഉണ്ട്, പിക്കുണ്ട്, കളക്ഷനുണ്ട്, അബ്നോർമലുണ്ട്. അങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ട്. ഇതിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് പുട്ടവേ എന്ന് പറയുന്ന സെക്ഷനിൽ. പുട്ടവേ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഓരോന്നും പറഞ്ഞുതരാം. ഇപ്പം ഒരു ലോഡ് വന്നാൽ അത് അൺലോഡ് ചെയ്യുന്ന ആൾക്കാർ കാണും. അത് പിന്നെ നമ്മുടെ പല്ലിച്ചാക്കെന്ന് പറയും, മറ്റേ മറ്റേ പല്ലറ്റ് കൊണ്ടുപോകുന്ന സാധനം, ഇവിടെ പല്ലിച്ചാക്കെന്നാണ് പറയുന്നത്. അപ്പം അത് കൊണ്ടുപോകാൻ സ്പൈഡേഴ്സ് ഉണ്ട്. അത് ഒരു കണ്ടെയ്നറിൽ വരുന്ന സാധനം റിസീവ് ചെയ്തതിന് ശേഷം അത് കമ്പ്യൂട്ടറിനകത്ത് ആഡ് ചെയ്തിട്ട് അതിന് മറ്റേ സീരിയൽ നമ്പരൊക്കെ ഒട്ടിക്കുന്നതിനെയാണ് റിസീവിങ് ജോബ് എന്ന് പറയുന്നത്. അവിടെ അങ്ങനെ കമ്പ്യൂട്ടറിന് വേണ്ടി റിസീവർമാരുണ്ട്. അത് മൊത്തവും റിസീവ് ചെയ്തിട്ട് വീണ്ടും പല്ലിച്ചാക്കിലാക്കിയിട്ട് നമ്മൾ പുട്ടവേ സെക്ഷനിൽ കൊണ്ടുവരും. നമ്മൾ പുട്ടവേ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഈ ഒരു സ്കാനർ പോലുള്ള സാധനമുണ്ട്, ആ സാധനം വെച്ചാണ് നമ്മൾ സ്കാൻ ചെയ്ത് ഓരോന്നും ഓരോ റാക്കിലായിട്ട് അടുക്കി വെക്കണം. അതാണ് നമ്മുടെ ജോലി. പിന്നെ ഓർഡർ അനുസരിച്ച് ഇത് പിക്കിലെ ആൾക്കാർ വന്ന് അത് പിക്ക് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ കുറേ, പിന്നെ കളക്ഷനുണ്ട്. അങ്ങനെ കുറേ വെയർ ഹൗസ് ജോബുണ്ട്. വെയർ ഹൗസിൽ 8 മണിക്കൂറുള്ള വെയർ ഹൗസ് ഉണ്ട്, 10 മണിക്കൂറുള്ള വെയർ ഹൗസ് ഉണ്ട്. നമുക്ക് 10 മണിക്കൂറാണ് വെയർ ഹൗസ്. മിക്കവാറും ദിവസങ്ങളിൽ 11 മണിക്കൂർ, 1 മണിക്കൂർ എക്സ്ട്രാ കിട്ടാറുണ്ട്. നമുക്ക് ഷിഫ്റ്റ് വരുന്നത് വൈകുന്നേരം 6 മണി തൊട്ട് രാവിലെ ഒരു 4:45 വരെയാണ് 10 മണിക്കൂർ ഷിഫ്റ്റ്. അല്ല, 11 മണിക്കൂർ ഷിഫ്റ്റ് ആണെങ്കിൽ വൈകുന്നേരം 6 മണി തൊട്ട് രാവിലെ ഒരു 5:45 വരെ വരും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അത് 10-11 മണിക്കൂർ കൂടുതലുണ്ടല്ലോ എന്ന്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പം നമ്മൾ നൈറ്റ് ഷിഫ്റ്റാണ് കയറുന്നെങ്കിൽ നമ്മൾ വൈകുന്നേരം 6 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. 6 മണിക്ക് ഡ്യൂട്ടിക്ക് കയറിയാൽ നമുക്ക് 10 മണിയാകുമ്പോൾ ബ്രേക്കാണ്. 10 മണി തൊട്ട് 10:45 വരെ ബ്രേക്കാണ്. ആ ബ്രേക്ക് 3/4 മണിക്കൂറാണ് ലാസ്റ്റ് ആഡ് ചെയ്യുന്നത്. ആ ബ്രേക്കിൽ വേറൊരു കാര്യമുണ്ട്. നമുക്ക് ഒരു സ്ലോട്ടിൽ നാട്ടിലെ 23 രൂപ കൊടുത്താൽ നമുക്ക് ഫുഡ് കിട്ടും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കിവിടെ ഫുഡിന് വെറും 1 രൂപ മാത്രമേ ഉള്ളൂ. നാട്ടിലെ 23 രൂപ. ചില ദിവസം ചിക്കൻ കാണും, ചില ദിവസം വെജ് കാണും, ചില ദിവസം പോർക്ക് കാണും, ചില ദിവസം പിസ്സ കാണും. അങ്ങനെ എല്ലാ ദിവസവും ഡിഷുകൾ മാറിക്കൊണ്ടിരിക്കും. വെറും 1 സ്ലോട്ടേ ഉള്ളൂ. അതുമല്ല, മറ്റേ
കോഫി മെഷീനും അല്ലാത്ത മെഷീനും എല്ലാം ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കവിടെ ഫ്രീ ആണ്. അതിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ കമ്പനി റിച്ചാണ്. കാരണം 1 രൂപയ്ക്കാണ് നമുക്ക് ഫുഡ് തരുന്നത്. അത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. മറ്റ് കമ്പനികളിലുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും എനിക്കതൊരു അത്ഭുതം തന്നെയാണ്. കാരണം ഈ 1 രൂപയ്ക്ക് ചിക്കനും പോർക്കും ഇതൊക്കെ എങ്ങനെ കൊടുക്കുന്നതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവർ ആഴ്ചയിൽ ഏജൻസിക്കാർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും മിക്കവാറും പോളണ്ടിൽ നിൽക്കുന്നവരാരും പോളണ്ട് വിസക്കാരല്ല. കുറച്ച് ഒരു 100% ഒരു 30% ആൾക്കാരേ ഉള്ളൂ പോളണ്ട് വിസയിൽ നിൽക്കുന്നത്. ബാക്കി എല്ലാവരും മറ്റ് രാജ്യങ്ങളിലൊക്കെ വന്നിട്ട് അവിടുത്തെ TRC ആയിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ TRCക്ക് അപ്ലൈ ചെയ്ത് നിൽക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും. പിന്നെ ഇവിടുത്തെ ലോയും കാര്യങ്ങളുമൊക്കെ മാറിയെന്നോ എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തായാലും പോളണ്ടിലെ TRCക്ക് അപ്ലൈ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഏതെങ്കിലും വക്കീലിനെ കണ്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. കാരണം ഇവിടെ ഓരോ ദിവസവും നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ദിവസം മുമ്പേ അപ്ലൈ ചെയ്യാൻ പറ്റിയെങ്കിൽ അത് തന്നെ നല്ലത്. ഇപ്പം വെയർ ഹൗസിലെ സാലറി ഞാൻ പറയുന്നില്ല, കാരണം മാന്യമായിട്ടല്ല, നല്ല രീതിയിൽ സാലറി കിട്ടുന്ന ഒരു ജോബാണ് വെയർ ഹൗസ് ജോബ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലും വെയർ ഹൗസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മനസ്സിലാവും. അത്യാവശ്യം കഴിഞ്ഞു പോകാൻ പറ്റിയ ഒരു സാലറി കിട്ടുന്ന ഒരു ജോബാണ് വെയർ ഹൗസ് ജോബ്. അപ്പോൾ നാട്ടിൽ നിന്ന് കുറേ പേര് വെയർ ഹൗസിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തോട്ടുള്ള പറയാം, നാട്ടിൽ നിന്നിപ്പം കുറേ പേര് വെയർ ഹൗസ് ജോബ്, പോളണ്ട് അത് എന്നൊക്കെ പറഞ്ഞ് വിസയ്ക്ക് പൈസ മേടിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ഗൈഡൻസ് ഉള്ള, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി പൈസ കൊടുത്തെന്ന് വെച്ചോ, അപ്പോൾ ആ ഏജൻസി എങ്ങനെയുള്ള ഏജൻസിയാണെന്ന് നോക്കണം. അതുപോലെ ഇപ്പം ആ ഏജൻസിക്കാർ നിങ്ങൾക്കൊരു അഡ്രസ്സ് തന്നു വെച്ചോ, ഇന്ന കമ്പനിയിലേക്കാണ് നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത്. അതിന് നിങ്ങൾ ഇപ്പം പോളണ്ടിലേക്ക് ഇന്ന ആമസോണുള്ള കമ്പനിയിലേക്കാണ് നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞെന്ന് വെച്ചോ. അന്നേരം നിങ്ങൾക്ക് പോളണ്ടിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ ആരെങ്കിലും ഉണ്ട്, യൂട്യൂബ് ചാനൽ വല്ല വീഡിയോസ് വല്ല കാണുന്നുണ്ടെങ്കിൽ ആ യൂട്യൂബിൽ കമൻ്റ് ഇടണം, ഇന്ന പോലെ എനിക്കൊരു ഓഫർ വന്നു ചേട്ടാ, കൂട്ടുകാരെ ഉണ്ടെങ്കിലും മതി, ഇതേപോലെ ഒരു ഓഫർ വന്നിട്ടുണ്ട്, 3 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്, ഇതേപോലെ ഇതുള്ളതാണോ ഇല്ലയോ എന്നറിയാൻ എന്താ വഴി, ഏതെങ്കിലും ഒരു ഗൈഡൻസോ കാര്യങ്ങളോ ഒക്കെ ഉള്ള കൺഫേം ചെയ്തിട്ട്. കാരണം നല്ല രീതിയിൽ തുക മുടക്കിയിട്ടായിരിക്കും എല്ലാവരും യൂറോപ്പ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് ചിന്തിച്ച് ആലോചിച്ച് മാത്രം പുറപ്പെട്ടാൽ മതി. പിന്നെ പോളണ്ടിലേക്ക് വർക്ക് വിസ കിട്ടാൻ ഭയങ്കര പാടാണ്. സ്റ്റുഡൻറ്റ് വിസ 6 മാസത്തേക്കെങ്ങാണ്ട് അടിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. 6 മാസത്തേക്കുള്ള സ്റ്റുഡൻറ്റ് വിസ കിട്ടും. പിന്നെ വർക്ക് വിസ കിട്ടാൻ നല്ല പാടാണ്. പിന്നെ വേറെ ഏതെങ്കിലും കൺട്രിയിലുള്ളവരാണെങ്കിൽ ആ കൺട്രിയിലെ TRC ആയിട്ട് വന്നിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് ഇവിടുത്തെ TRCക്ക് വേണ്ടി കാത്തിരിക്കണം. എന്തായാലും ഇവിടെ വരുന്ന എല്ലാവരും ലീഗലൈസ് ചെയ്യണം. ആരും ലീഗലൈസ് ചെയ്യാതെ പണി മേടിക്കരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം വെയർ ഹൗസ് ജോലിയെല്ലാം സുഖമുള്ള പരിപാടിയാണ്. സുഖമെന്ന് വെച്ചാൽ നമുക്ക് നാട്ടിലെ അപേക്ഷിച്ച് നല്ല രീതിയിൽ ശമ്പളം കിട്ടും. നാട്ടിലെ അപേക്ഷിച്ച് ഇരട്ടി നല്ല ശമ്പളമുണ്ട് ഇവിടെ വെയർ ഹൗസ് ജോബിന്. അതിൻ്റേതായ പണി കുറവാണ്. അപ്പം പോളണ്ടിലേക്ക് വരുന്ന എല്ലാവരും, ഇവിടെ ജോലി ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. എന്നും ഗ്രൂപ്പുകളിൽ വരും, ഇന്നടുത്ത് ജോലിയുണ്ടെന്നും പറഞ്ഞ്. അപ്പം പോളണ്ടിൽ വരുന്ന എല്ലാവരും ലീഗലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഇവിടെ നിൽക്കുക. അപ്പം വെയർ ഹൗസ് ജോബുകളെക്കുറിച്ചോ ഞാൻ നിൽക്കുന്ന വെയർ ഹൗസിനെ കുറിച്ചോ എന്തെങ്കിലും അപ്ഡേഷനോ കാര്യങ്ങളോ എല്ലാം വേണ്ടവർ എനിക്ക് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഒരു കൊച്ചു വ്ളോഗായിരുന്നു ഇന്ന്. ഞാൻ നിൽക്കുന്ന വെയർ ഹൗസിനെ കുറിച്ചും എന്താണ് അവിടുത്തെ ജോലിയെക്കുറിച്ചും കുറച്ച് വലിയൊരു വെയർ ഹൗസാണ്. ആ വെയർ ഹൗസിൻ്റെ ഒരു കിടിലൻ വീഡിയോ ഞാൻ പെട്ടെന്ന് ഇടുന്നതായിരിക്കും. ആ വീഡിയോയും ആ ഓരോ സ്ലോട്ടിയുടെ ഫുഡും എല്ലാം ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് വെയർ ഹൗസിനെ കുറിച്ച് പറയാൻ വേണ്ടിയുള്ള ഒരു കൊച്ചു വ്ളോഗായിരുന്നു. അപ്പം ഇഷ്ടപ്പെട്ടാൽ കൂടെ നിന്ന് കൂടെ കുടിക്കോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.
ബൈ.